പ്രതിനിധിയായ എ.കെ. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റി പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള അധികാരം പി.സി. ചാക്കോയ്ക്കില്ലെന്ന് എൻ.സി.പി. സംസ്ഥാന പ്രസിഡന്റ് എൻ.എ. മുഹമ്മദ് കുട്ടി. ഇത് തുറന്നുകാട്ടി എൻ.കെ. മുഹമ്മദ് കുട്ടി മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. എൻ.സി.പി. സ്ഥാനാർത്ഥികളായി ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചവരാണ് എ.കെ. ശശീന്ദ്രനും തോമസ് കെ തോമസും. പി.സി. ചാക്കോ എൻ.സി.പി. എന്ന പാർട്ടിയുടെ നേതാവ് മാത്രമാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് എൻ.സി.പി. മന്ത്രിമാരുടെ കാര്യത്തിൽ പി.സി. ചാക്കോയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നത് എന്നാണ് മുഹമ്മദ് കുട്ടി കത്തിലൂടെ ചോദിച്ചിരിക്കുന്നത്. എൻ.സി.പി. ദേശീയ തലത്തിൽ പിളർപ്പുണ്ടായപ്പോൾ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നവും കൊടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു നൽകിയത് അജിത് പവാർ വിഭാഗത്തിനാണ്. ശരത് പവാർ വിഭാഗത്തിന് കിട്ടിയതാവട്ടെ കാഹളമൂതുന്ന മനുഷ്യൻ എന്ന ചിഹ്നമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ തീരുമാനം എടുക്കുകയും അതനുസരിച്ച് അജിത് പവാർ വിഭാഗം ഔദ്യോഗിക എൻ.സി.പി.ആയി അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ശരത് പവാർ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പോയെങ്കിലും ഒരു തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. യഥാർത്ഥ എൻ.സി.പിയുടെ ദേശീയ പ്രസിഡന്റായ അജിത് പവാർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി നിശ്ചയിച്ചിട്ടുള്ളത് എൻ.കെ. മുഹമ്മദ് കുട്ടിയെയാണ്. പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ശശീന്ദ്രന്റെ കാര്യത്തിലും തോമസ് കെ തോമസിന്റെ കാര്യത്തിലും തീരുമാനമെടുക്കാൻ അധികാരമുള്ളത് ഔദ്യോഗിക എൻ.സി.പി. ദേശീയ പ്രസിഡന്റായ അജിത് പവാറിനും സംസ്ഥാന പ്രസിഡന്റായ മുഹമ്മദ് കുട്ടിക്കുമാണ്. ഈ സാഹചര്യത്തിൽ ശശീന്ദ്രനെ മാറ്റി പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് പി.സി. ചാക്കോ നൽകിയ കത്ത് നിയമപരമായി നിലനിൽക്കില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് മുഹമ്മദ് കുട്ടി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. മന്ത്രിമാരെ മാറ്റണമെന്നത് ആവശ്യമെന്നത് തോന്നിയാൽ എൻ.സി.പിയുടെ ഔദ്യോഗിക കത്ത് മുഹമ്മദ് കുട്ടി തന്നെ നൽകിക്കൊള്ളാമെന്നും മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. എൻ.സി.പിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളായി ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച എ.കെ. ശശീന്ദ്രനും തോമസ് കെ തോമസിനും എൻ.സി.പി. നേതാവ് മാത്രമായ പി.സി. ചാക്കോയുടെ കീഴിൽ നിൽക്കാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ ഇരുവരുടെയും സ്ഥാനമാനങ്ങൾ നിയമപരമായി നഷ്ടപ്പെടാൻ അത് കാരണമാകും. ഈ സാഹചര്യത്തിൽ മന്ത്രിമാറ്റം സംബന്ധിച്ച് പി.സി. ചാക്കോ നൽകുന്ന കത്ത് സ്വീകരിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.